ഈ പൗഡറാണ് നമ്മുടെ ഈ പാറ്റയെ കൊല്ലാനുള്ള ഏറ്റവും മുഖ്യ ഘടകം. നിങ്ങളുടെ ഈ പാറ്റയുള്ള ഭാഗങ്ങളിൽ ഇത് കുറച്ച് പേപ്പറിലെടുത്ത് വെക്കുക, കൂടെ തന്നെ കുറച്ച് വെള്ളവും വെക്കുക. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പൊതു ശല്യമുണ്ട്. ആ ഒരു ശല്യത്തെ ഒതുക്കാനാണ്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ പാറ്റ. നമുക്കറിയാം, പാറ്റ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകും. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ആഹാരത്തിലും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഡ്രസ്സാണെങ്കിലും നമ്മുടെ പേപ്പറുകളാണെങ്കിലും എല്ലാം അത് കടിച്ചില്ലായ്മയേക്കും. ഏകദേശം 320ഓളം മുട്ടകളാണ് ഒരു വർഷം ഒരു പാറ്റ ഇടുന്നതാണ് പറയപ്പെടുന്നത്. അപ്പം ഏകദേശം അത്രത്തോളം കുട്ടികൾ തന്നെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. ആലോചിച്ച് നോക്കുക, ഒരു വർഷം മുഴുവനായിട്ട് മുട്ടയിട്ട് ഈ പറയുന്നതിൻ്റെ തൊട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു അപൂർവ ഇനം ജീവിയാണ് ഈ പറയുന്ന പാറ്റ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഇല്ലായ്മ ചെയ്തേ മതിയാകൂ. അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേ മെയിനായിട്ട് വേണ്ടുന്നത് പച്ചവെള്ളമാണ്. പിന്നെ ഉള്ളത് കുറച്ച് സോഡാപ്പൊടി, നമ്മുടെ അടുക്കളയിലുള്ള സോഡാപ്പൊടി. പിന്നെ വേണ്ടുന്നത് പഞ്ചസാര. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഗോതമ്പ് പൊടി. പക്ഷേ ഇതല്ല നമ്മുടെ പാറ്റ കൊല്ലാൻ ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നത്. നമുക്ക് പ്രത്യേകം ഒരു ഐറ്റം വേണം. ആ ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സാധനമാണ്, ബോറിക് ആസിഡ് എന്ന് പറയും. നമ്മൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്യാരംസ് ബോർഡ് കളിക്കുമ്പോൾ ഇടുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഈ ഒരു മെഡിക്കൽ സ്റ്റോർ വഴി മേടിക്കാൻ കിട്ടും. ഏകദേശം ഒരു 15-20 രൂപയേ ഉള്ളൂ ഈ ഒരു ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഈ ക്യാരംസ് ബോർഡിന്റെ പൗഡർ ആയാലും മതിയാകും. അപ്പം ഇത്രയും 2-3 സാധനം വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 വിദ്യ ഉണ്ട് കേട്ടോ, അതിനാണ് ഇത്രയധികം സാധനം ഇരിക്കുന്നത്. അപ്പം ആദ്യത്തെ വിദ്യയിലേക്ക് നമുക്ക് പോകാം. ഞാനാ പറഞ്ഞ ആദ്യത്തെ വിദ്യക്ക് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് മാറ്റി വെക്കാം. വേണ്ടുന്നത് ഈ ഒരു 2-3 ഐറ്റമാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം ഈ ഒരു പഞ്ചസാര. ഈ പഞ്ചസാര ഇടുന്ന പറഞ്ഞാൽ ഈ പാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഉണ്ടായ തീരത്തുള്ളൊരു 2 ടീസ്പൂണോളം പഞ്ചസാര നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും, ഒരു ടീസ്പൂണോളം സോഡാപ്പൊടിയും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നുള്ള ഐറ്റം, ഞാൻ പറഞ്ഞ ബോറിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരംസ് ബോർഡിൽ ഇടുന്ന ഈ ഒരു പൗഡർ. ഈ പൗഡറാണ് നമ്മുടെ ഈ പാറ്റയെ കൊല്ലാനുള്ള ഏറ്റവും മുഖ്യ ഘടകം. അപ്പം ഇതിനകത്തുനിന്നും കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. മേടിച്ചാണ് ഇത് പഞ്ഞി വെച്ചാണ് അവർ അടച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുന്നത് കേട്ടോ. ബോറിക് ആസിഡിന് സാധാരണ വൈറ്റ് കളറായിരിക്കും. ഇത് അതിനകത്തൊരു മറ്റൊരു സാധനത്തോട് ചേരുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനാ പറഞ്ഞ പഞ്ചസാര, അതുപോലെ തന്നെ ബോറിക് ആസിഡ്, പിന്നെ നമ്മുടെ സോഡാപ്പൊടി, ഈ ഒരു 3 ഐറ്റമാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ആകുന്നവരെ ഇത് മിക്സ് ചെയ്ത് വെക്കുക. ഇതേ 3 ഐറ്റം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം വേണം. വെള്ളം പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാറ്റ എന്ന് പറയുന്ന ജീവി ഏകദേശം ഒരാഴ്ചയോളം കാലം വെള്ളം കുടിക്കാതെ ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പഞ്ചസാര കഴിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് വെള്ളം കുടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു വെള്ളം വേണ്ടുന്നത്. അപ്പം നമുക്ക് ഈ 2 സാധനങ്ങളും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇത് ബൗളിൽ തന്നെ വെക്കണം എന്നില്ല, ഇതൊരു പേപ്പറിനകത്താലും വെച്ചാലും മതിയാകും. നിങ്ങളുടെ ഈ പാറ്റയുള്ള ഭാഗങ്ങളിൽ ഇത് കുറച്ച് പേപ്പറിലെടുത്ത് വെക്കുക, കൂടെ തന്നെ കുറച്ച് വെള്ളവും വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പാറ്റ വന്ന് ഈ ബോറിക് ആസിഡ് കലർന്ന ഈ പഞ്ചസാര കഴിക്കുമ്പോൾ അതിന് വെള്ളം കുടിച്ചേ മതിയാകൂ. വെള്ളം കുടിക്കുന്നതും ഈ പാറ്റ ചത്തു വീഴും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതൊരു സിമ്പിൾ ഐഡിയ ആണ്. അത് മാത്രമല്ല, ഇനി അടുത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞ 2ാമത്തെ ഐറ്റം നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. അത് നമ്മൾ ആദ്യം മാറ്റി വെച്ചത്. അപ്പം ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് കുറച്ച് നമുക്ക് എടുക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം എടുത്ത സ്പൂൺ തന്നെ എടുക്കാം. ഒരു 2 ടീസ്പൂൺ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് ഗോതമ്പ് പൊടി നമുക്ക് കലക്കെടുക്കണം. വളരെ കുറച്ച് മാത്രം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് കുറച്ച് ഗോതമ്പ് പൊടി നമുക്ക് ആ വെള്ളത്തിലേക്ക് മാറ്റാം. എന്താ ഇപ്പം അത് അതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടുന്നത് നമ്മൾ പറഞ്ഞ ബോറിക് ആസിഡ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരംസ് ബോർഡിന്റെ പൗഡർ, ഈ ഒരു സാധനം കൂടെ നമുക്ക് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. ബോറിക് ആസിഡ് കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം ഇട്ടാലും മതിയാകും. അപ്പം അത് 2 നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മാത്രം വെള്ളം മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ബോറിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പൊടിയുടെ കുഴച്ച് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞതിനോട്ട് ചെറിയ ഉണ്ട പിടിക്കണം. നമ്മൾ ഈ ഒരു ചപ്പാത്തിക്ക് ഉരുട്ടി എടുക്കുന്നതിൻ്റെ കൂട്ട് തന്നെ വളരെ ചെറിയ ഉണ്ടകൾ മതി കേട്ടോ. ഇപ്പം പൊടി ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ബോറിക് ആസിഡ് അതിനകത്ത് മെയിൻ. ഇതുപോലുള്ള ചെറിയ ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം. നമ്മുടെ ഈ ഒരു പാറ്റകൾ ഉണ്ടാകുന്നത് അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ പാറ്റകൾ എവിടെയാണ് കൂടുതലായിട്ടും വരുന്നതെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ രാത്രി കാലങ്ങൾ, മാക്സിമം രാത്രി കാലങ്ങൾ തന്നെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം രാത്രിയിലാണ് പാറ്റകൾ കൂടുതൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി തന്നെ വെക്കാൻ ശ്രമിക്കാമെന്ന്. അപ്പം ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഐറ്റമാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. ഒന്ന് ഞാൻ ആദ്യം കാണിച്ച ഒരു ഭാഗം, രണ്ടാമത് പറയുന്നത് ഈ ഒരു ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ബോറിക് ആസിഡും വെച്ചുള്ള ആ ഒരു സംഗതി. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദം തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു പാറ്റ ശല്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് കമന്റ് ബോക്സിലും ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാളത്തെ അന്വേഷണ ശേഷമാണ്
നല്ലൊരു വിദ്യ നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം അതാണ് നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.